ഹരി ഓം. കുട്ടികളെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? നമുക്ക് രാമായണം കഥ കേട്ടാലോ? എത്ര കേട്ടാലും മതിവരാത്ത കഥകളാണ് ശ്രീരാമ കഥകൾ. കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ എന്ന് രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ എഴുത്തച്ഛൻ പറയുന്നു. എന്നാ തുടങ്ങാം അല്ലേ? കൈലാസ പർവ്വതത്തിലങ്ങനെ അനേകം സൂര്യന്മാരുടെ ശോഭയോടുകൂടി ധ്യാനനിഷ്ഠയിൽ ഇരിക്കുന്ന ശ്രീ പരമേശ്വരനോട് പാർവതീദേവി പറയുകയാണ്, ഭർത്താവേ, എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങേക്ക് എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ എനിക്ക് ശ്രീരാമദേവൻ്റെ തത്വം ഉപദേശിച്ചു തരണം. അങ്ങ് ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി. ഇതുകൂടി പറഞ്ഞു തരാൻ കനിവുണ്ടാവണം. ഇത് കേട്ട പരമശിവൻ പറഞ്ഞു, ധന്യേ പാർവതി, നിന്നെപ്പോലെ ഭക്തി ആർക്കുമില്ല. കാരണം ശ്രീരാമദേവൻ്റെ തത്വം കേൾക്കണം എന്ന് തോന്നിയത് തന്നെ മഹാഭാഗ്യാണ്. ഈശ്വരകഥ കേൾക്കാനൊന്നും ആർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവാറില്ലാവോ? വല്ല സിനിമാ കഥയോ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇഷ്ടമായി, കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാ അല്ലേ? നിങ്ങളൊക്കെ ഏത് കൂട്ടത്തിലുള്ളവരാ? ചിന്തിച്ചു നോക്കൂ. എന്തായാലും ശ്രീ പരമേശ്വരന് സന്തോഷമായി. എന്നാൽ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് പരമശിവൻ ശ്രീരാമദേവൻ്റെ നിർദ്ദേശപ്രകാരം, പണ്ട് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ശ്രീരാമദേവൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി ഹനുമാന് പറഞ്ഞു കൊടുത്ത കഥ പറയാൻ തുടങ്ങി. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും. ഭൂമിയിൽ സൂര്യവംശത്തിൽ അയോധ്യ എന്ന രാജ്യത്ത് ദശരഥപുത്രനായി ശ്രീരാമൻ ജനിച്ചു. രാക്ഷസരെ വധിക്കാനായിക്കൊണ്ട് വിശ്വാമിത്രൻ്റെ കൂടെ പോയി. ഇങ്ങനെ രാമകഥ വളരെ ചുരുക്കി പറഞ്ഞു കൊടുത്തു ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക്. അപ്പോൾ പാർവതീദേവി, പരമേശ്വര, എനിക്കിപ്പോൾ സംശയമൊക്കെ തീർന്നു. പക്ഷെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ. എത്ര കേട്ടാലും മതിവരാത്ത രാമകഥ വിസ്തരിച്ചു പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ദേവിയുടെ ചോദ്യം കേട്ട ശ്രീ പരമേശ്വരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് രാമായണ കഥ മുഴുവനായും വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഭഗവാൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമുക്കും കേൾക്കണ്ടേ? കേൾക്കാം.